പാലക്കാട് നിന്ന് തൃശ്ശൂരിലേക്കുള്ള യാത്രക്കിടയിൽ ഹൈവേയിൽ കുഴൽമന്നത്തെത്തുമ്പോൾ ചുറ്റും നെൽപ്പാടങ്ങൾ കാണാൻ കഴിയും. മതിയാവോളം ആ കാഴ്ചകൾ കണ്ട് ആസ്വദിക്കണമെന്ന് തോന്നിയിട്ടുണ്ട്. ഒരു ദിവസം രാവിലെ നേരത്തെ ആ നെൽപ്പാടങ്ങൾ തേടിയിറങ്ങി. മഞ്ഞിൽ കുളിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾ. ആ പാടത്തേക്ക് രാവിലത്തെ ഇളം വെയിൽ തട്ടുമ്പോൾ കാണാൻ കഴിയുന്ന മനോഹരമായ കാഴ്ച. പാലക്കാട് ജില്ലയിൽ സാധാരണയായി കണ്ടുവരുന്ന നെൽപ്പാടങ്ങൾക്കിടയിലായി തലയുയർത്തി നിൽക്കുന്ന കരിമ്പനകളും ദൂരെയായി കാണാൻ കഴിയുന്ന പഴയ തറവാടും. തികച്ചും ശാന്തമായൊരു അന്തരീക്ഷമാണ് ഇവിടെ. ഹൈവേയിലൂടെ യാത്ര ചെയ്യുമ്പോൾ പാടത്തിന് നടുവിലായി ഒരു കുളം കൂടി ശ്രദ്ധിച്ചിരുന്നു. ആ കുളം തേടിപ്പോയപ്പോൾ അപ്രതീക്ഷിതമായി കാണാൻ കഴിഞ്ഞ കുറേ നല്ല കാഴ്ചകളും. ചെറിയൊരു വഴിയുടെ രണ്ട് ഭാഗത്തായി ഉയരമുള്ള തെങ്ങുകളും തണലേകുന്ന കുറേ മരങ്ങളും തൊട്ടരികിലൂടെ നിറഞ്ഞൊഴുകുന്ന കനാല് കാണാൻ കഴിയും. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ കഴിഞ്ഞ കുറേ നല്ല കാഴ്ചകളാണിതെല്ലാം. തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രക്കിടെ യാക്കര പാലത്തിലെത്തിയപ്പോൾ പാലത്തിന് മുകളിലൂടെ കൂകിപ്പാഞ്ഞു പോകുന്ന ട്രെയിനിൻ്റെ മറ്റൊരു മനോഹരമായ കാഴ്ചയും. ഇതെല്ലാം കണ്ട് ആരായാലും ഒന്ന് നോക്കി നിന്നു പോകും. ഹൈവേയിൽ നിന്ന് യൂട്ടേൺ എടുത്ത് സർവീസ് റോഡിലൂടെ യാത്ര ചെയ്താലേ നെൽപ്പാടങ്ങൾക്കരികിലെത്താൻ കഴിയൂ. ഈ സ്ഥലത്തിൻ്റെ എക്സാക്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ എനിക്ക് കിട്ടിയില്ല. അത് കാരണം ഇവിടുത്തെ ഒരു ലാൻഡ്മാർക്ക് വെച്ചാണ് ഞാനിവിടെ എത്തിയത്. വൈദ്യരത്നം ആയുർവേദ ഹോസ്പിറ്റൽ കുഴൽമന്നം എന്നായിരുന്നു ഗൂഗിൾ മാപ്പിൽ കൊടുത്ത ലൊക്കേഷൻ. ആയുർവേദ ഹോസ്പിറ്റലിനടുത്തായാണ് ഇന്ന് തേടി വന്ന സ്ഥലമുള്ളത്. റോഡ് സൈഡിൽ നിന്ന് നടന്ന് കുറച്ച് അകത്തേക്ക് പോവാം. അപ്പോഴേ ഇവിടുത്തെ ഭംഗി നന്നായി ആസ്വദിക്കാൻ കഴിയൂ. വേനൽക്കാലമാണേലും രാവിലത്തെ ഒരു ഇളം മഞ്ഞും തണുപ്പെല്ലാം ഇവിടെയുണ്ട്. രാവിലെ നേരത്തെ ഇവിടെ എത്തിയാലുള്ള ഗുണം അതാണ്. കൊയ്ത്താവാറായ കാരണം പാടങ്ങൾക്കെല്ലാം ഇപ്പോൾ ഒരു സ്വർണത്തിൻ്റെ നിറമാണ്. രാവിലത്തെ സമയം നെൽപ്പാടങ്ങളിലെല്ലാം കാണാൻ കഴിയുന്ന മഞ്ഞു തുള്ളികൾ സൂക്ഷിച്ചു നോക്കിയാൽ അതിവിടെയും കാണാൻ കഴിയും. കണ്ണിനും മനസ്സിനും ഒരുപോലെ കുളിർമയേകുന്ന ഒരു കാഴ്ചയാണത്. പാലക്കാടൻ നെൽപ്പാടങ്ങളിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകതയാണ് നെൽപ്പാടങ്ങൾക്കിടയിലായി തലയുയർത്തി നിൽക്കുന്ന കരിമ്പനുകൾ. പാലക്കാടെന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് കയറി വരുന്ന കാഴ്ചകളാണ് നെൽപ്പാടങ്ങളും കരിമ്പനകളെല്ലാം. പാടത്തിന് നടുവിലായി ഒറ്റയ്ക്ക് നിൽക്കുന്ന ആ മരം കാണാനും നല്ല ഭംഗിയുണ്ട്. ഇത് കണ്ടപ്പോൾ ഓർമ്മ വന്നത് കൊല്ലങ്കോടുള്ള താമരപ്പാടമാണ്. അവിടെ പാടത്തിന് നടുവിലായി ഇതുപോലൊരു മരമുണ്ട്. ആ കാണുന്ന മരത്തിനടുത്ത് പോയി ഒന്ന് നോക്കാം. നല്ല ചൂട് ചായയും പരിപ്പ് വടയും ഒരു ബുക്കുമായിട്ട് ഈ മരത്തിന് താഴെ വന്നിരുന്നാൽ സമയം പോകുന്നതേ അറിയില്ല. നടന്നിവിടെ എത്തിയപ്പോൾ അങ്ങ് ദൂരെയായി പഴയൊരു തറവാട് കാണാൻ കഴിയുന്നുണ്ട്. ആ വീട്ടിലൊക്കെ താമസിച്ച രാവിലെ നേരത്തെ എഴുന്നേറ്റ് ജനാലയും തുറന്നിട്ട് പുറത്തെ നെൽപ്പാടങ്ങളിലേക്ക് അങ്ങ് നോക്കി നിന്നാൽ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിയുന്ന നല്ലൊരു കാഴ്ച തന്നെയായിരിക്കും അവിടെ നിന്ന് കാണാൻ കഴിയുക. പണ്ടെല്ലാം ഇതുപോലുള്ള നാട്ടുമ്പുറങ്ങളിൽ താമസിച്ച് പഠിച്ചിരുന്ന കാലത്ത് വൈകുന്നേരങ്ങളിൽ കൂട്ടുകാരുമൊത്ത് സംസാരിച്ചിരുന്ന സമയത്ത് എല്ലാവരും പറയുന്ന ഒരു കാര്യമായിരുന്നു, പഠിച്ച് ജോലിയല്ലായി ഏതെങ്കിലും തിരക്ക് പിടിച്ചൊരു നഗരത്തിൽ പോയി സെറ്റിലാവണം. പക്ഷെ ഈ നാട്ടിൽ നിന്ന് മാറി നിന്നപ്പോഴാണ് നാടിൻ്റെ വില മനസ്സിലായത്. എങ്ങനെയെങ്കിലും ആ തിരക്ക് പിടിച്ച ജീവിതത്തിൽ നിന്ന് ഓടി വന്ന് ഇവിടെ സെറ്റിൽഡായി സമാധാനപരമായ ഒരു ജീവിതം നയിച്ചാൽ മതി എന്നാണ് പലരുടെയും മനസ്സിലിപ്പോൾ. പല രീതിയിലുള്ള പക്ഷികളെയും രാവിലെ ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ചിലതെല്ലാം മൈഗ്രേറ്ററി ബേർഡാണെന്ന് തോന്നുന്നു. രാവിലത്തെ മഞ്ഞെല്ലാം മാറി വെയിൽ വന്ന് തുടങ്ങിയിട്ടുണ്ട്. വേനൽക്കാലമായ കാരണം കുറച്ച് സമയം കൂടി കഴിഞ്ഞാൽ വെയിലത്ത് ഇവിടെ നിൽക്കാൻ പറ്റാതാവും. കുളവൻ മുക്ക് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഹൈവേയുടെ ഓരത്തുള്ള നെൽപ്പാടങ്ങളുടെ കാഴ്ച തേടി വരുന്നവർക്ക് കുളവൻ മുക്ക് എന്ന് ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്താലും ഇവിടെ എത്താൻ കഴിയും. സർവീസ് റോഡിലൂടെ കുറച്ചു ദൂരം മുന്നോട്ട് പോയാൽ മറ്റൊരു മനോഹരമായ സ്ഥലമുണ്ട്. ഹൈവേയിലൂടെയുള്ള യാത്രക്കിടയിൽ ഈ കുളം പലപ്പോഴായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. കുളവും പാടങ്ങളും തേടിയാണ് ഞാനിവിടെ എത്തിയത്. എന്നാൽ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും ഞെട്ടി. പ്രതീക്ഷിക്കാത്ത മറ്റു കുറേ നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. സർവീസ് റോഡിൽ നിന്ന് കയറുന്നത് നെൽപ്പാടങ്ങൾക്കരികിലുള്ള ചെറിയൊരു വഴിയിലേക്കാണ്. ആ വഴിയുടെ രണ്ട് ഭാഗത്തും നല്ല ഉയരത്തിലുള്ള തെങ്ങുകൾ മാത്രമല്ല കുറേ മരങ്ങളും ഇവിടെയുണ്ട്. അത് കാരണം വെയിലൊട്ടും ഇവിടെ അറിയുന്നില്ല. നല്ല തണലാണ് ഇവിടെ. വഴിയുടെ ഒരു ഭാഗത്തായി നെൽപ്പാടങ്ങളും മറുഭാഗത്തായി ഒരു കനാലും ഉണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ കാണാൻ കഴിഞ്ഞ വളരെ നല്ലൊരു കാഴ്ച. എടുത്തു പറയേണ്ട ഒരു കാര്യം,
അറിയാതെ ഇവിടെ എത്തിപ്പെട്ടതാണെങ്കിലും വന്ന സമയത്ത് കനാലിൽ വെള്ളം വിട്ടിരിക്കുന്ന സമയമായിരുന്നു. ഇതിൽ വെള്ളം ഇല്ലായിരുന്നെങ്കിൽ ഈ സ്ഥലത്തിൻ്റെ ഭംഗി ഇത്ര നന്നായി ആസ്വദിക്കാൻ കഴിയില്ലായിരുന്നു. ഹൈവേയിലൂടെ പാസ് ചെയ്യുമ്പോൾ നെൽപ്പാടങ്ങൾക്ക് നടുവിലായുള്ള കുളം കണ്ടപ്പോൾ ഒരിക്കലും വിചാരിച്ചില്ല ഇവിടെ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു സ്ഥലം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ഈ വഴിയിലൂടെ നേരെ പോയാലാണ് കുളത്തിനടുത്ത് എത്താൻ കഴിയുക. വെള്ളമില്ലാത്ത സമയത്താണെങ്കിലും വേനൽക്കാലമാണെങ്കിൽ ഇവിടുത്തെ വെള്ളമെല്ലാം വറ്റും. അങ്ങനെ ഒരു സമയത്ത് വന്നാൽ സാധാരണ ഒരു നെൽപ്പാടവും അടുത്തുള്ള കനാലും കാണുന്ന ആ ഒരു പ്രതീതിയെ തോന്നും. പക്ഷേ വെള്ളം ഉള്ളപ്പോൾ ഈ സ്ഥലം ഒരു സ്വർഗം തന്നെയാണ്. പാലക്കാടാണെങ്കിൽ ആലപ്പുഴ, കുട്ടനാട് ഭാഗങ്ങളിൽ ഉൾഗ്രാമങ്ങളിൽ കണ്ടുവരുന്ന ചെറിയ തോടുകൾ കാണുന്ന അതേ പ്രതീതിയാണ് ഇവിടെ നിൽക്കുമ്പോഴും കിട്ടുന്നത്. നെൽപ്പാടങ്ങളുടെയും ചുറ്റും കാണുന്ന പച്ചപ്പുകളുടെയും ഭംഗി ഈ സ്ഥലത്ത് നന്നായി അറിയാൻ കഴിയുന്നുണ്ട്. കൊയ്ത്ത് കഴിയുന്നതിന് മുമ്പാണ് ഈ സ്ഥലം കാണാൻ ഏറ്റവും ഭംഗി. പല സ്ഥലങ്ങളിലും ഇപ്പോൾ കൊയ്ത്ത് തുടങ്ങിക്കഴിഞ്ഞു. ഏകദേശം നവംബർ, ഡിസംബർ സമയത്ത് ഇവിടെ വന്നാലായിരിക്കും ഇവിടുത്തെ ഭംഗി മതിയാവോളം ആസ്വദിക്കാൻ കഴിയുക. അല്ലെങ്കിൽ മഴക്കാലത്ത് വരണം. കുഴൽമന്നം എത്താറാകുമ്പോൾ ഹൈവേയിൽ നിന്ന് തന്നെ പാടത്തിന് നടുവിലായുള്ള ഈ കുളം കാണാൻ കഴിയും. ആ മനോഹരമായ കാഴ്ചയാണ് എന്നെ ഇവിടെ എത്തിച്ചത്. വേനലാണേലും കുളത്തിൽ നിറയെ വെള്ളമുണ്ട്. വലിയൊരു കുളമായതുകൊണ്ടാണ് ദൂരെ അങ്ങ് ഹൈവേയിൽ നിന്നും ഈ കുളം നന്നായി കാണാൻ കഴിയുന്നത്. പണ്ടെല്ലാം വേനൽക്കാലത്തെ സ്ഥിരം പരിപാടിയായിരുന്നു വൈകുന്നേരങ്ങളിൽ ഇതുപോലൊരു കുളത്തിൽ മതിയാവോളം നീന്തി അങ്ങ് കുളിക്കുക. കൊയ്ത്ത് കഴിഞ്ഞ പാടത്ത് ക്രിക്കറ്റും ഫുട്ബോളെല്ലാം കളിച്ചു വന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട്. കുളത്തിനരികിലൂടെ നടക്കുമ്പോൾ ആ ഓർമ്മകളെല്ലാമാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. സാധാരണ നമ്മുടെ നാട്ടുമ്പുറങ്ങളിലെ കുളങ്ങൾക്കരികിലെ ഇതുപോലൊരു പുര കാണാൻ കഴിയും. ഇന്ന് മിക്ക കുളങ്ങളിലും മീൻ വളർത്തുന്നുണ്ട്. അതിന് കാവലിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലൊരു ഓലപ്പുരയോ ഷെഡെല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാത്രി സമയങ്ങളിൽ ഇവിടെ ആളുകൾ വന്ന് കാവലിരിക്കും, മറ്റാരും വന്ന് മീൻ പിടിക്കാതിരിക്കാൻ. പ്രതീക്ഷിച്ചതിലും അധികം സമയം ഇവിടെ ചെലവഴിച്ചു. പ്രതീക്ഷിക്കാത്ത കുറേ നല്ല കാഴ്ചകളാണ് ഇവിടെ വന്നപ്പോൾ കാണാൻ കഴിഞ്ഞത്. ഈ സ്ഥലങ്ങൾ കാണാൻ വരുന്നവരെല്ലാം പ്രത്യേക ശ്രദ്ധയ്ക്ക് വേസ്റ്റുകളൊന്നും ഇവിടെ വലിച്ചെറിയരുത്. ഈ സ്ഥലത്തെയും ഇവിടുത്തെ നാട്ടുകാരെയും ഉപദ്രവിക്കുന്ന രീതിയിലൊന്നും ഇവിടെ ചെയ്യാതിരിക്കുക. ഹൈവേയുടെ ഓരത്തുള്ള കുറച്ച് നെൽപ്പാടങ്ങൾ തേടി വന്നാൽ വളരെ അപ്രതീക്ഷിതമായ മനോഹരമായ കുറേ നല്ല കാഴ്ചകളാണ് ഇവിടെ കാണാൻ കഴിഞ്ഞത്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി വീട്ടിലേക്ക് പോവാം എന്ന് യാത്ര തിരിച്ചപ്പോൾ യാക്കര പാലത്തിനടുത്തെത്തിയപ്പോൾ മറ്റൊരു കാഴ്ച കൂടി കാണാൻ കഴിഞ്ഞു. യാക്കര പാലത്തിന് മുകളിലൂടെ ട്രെയിൻ പോകുന്നൊരു കാഴ്ച. MGR ചെന്നൈ സെൻട്രൽ പാലക്കാട് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണിത്. രാവിലെ ഏകദേശം ഒരു 9 മണിയോടുകൂടിയും വൈകിട്ട് ഏകദേശം 4:30 യാക്കര പാലത്തിൽ വന്നു നിന്നാൽ പാലത്തിലൂടെ ട്രെയിൻ കടന്നു പോകുന്ന ഇതുപോലൊരു കാഴ്ച കാണാൻ കഴിയും. വൈകുന്നേരങ്ങളിൽ സൺസെറ്റ് കാണാനും പറ്റിയൊരു സ്ഥലമാണത്. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. പുതിയൊരു വീഡിയോ ആയി വീണ്ടും വരാം.